കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നട തുറന്നു. നമുക്ക് പോയി നോക്കണ്ടേ. ഇന്നിപ്പോൾ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നതെന്നറിയില്ല. ദർശനം നൽകാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ വന്ന് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അവിടെ വന്ന് ആ ഗണേശനെ കണ്ട് സുഖമായിട്ട് തൊഴാം. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് അതിനുശേഷം ഗോപുരവാതിൽ കിടക്കുക. ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണം കെട്ടിച്ചത്, അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അങ്ങനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കിടാവിളക്കും കാണാം. ആ ചില്ലിൻ്റെ കൂട്ടിലിട്ട ആ കിടാവിളക്ക്, അപ്പോൾ അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ വലതേ സൈഡിൽ ഉള്ള ആദ്യത്തെ തൂണ് കണ്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണ് കണ്ട് നമുക്കൊന്ന് തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ അതിമനോഹരമായ കളപാലങ്കാരത്തിലാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കാൽപാദങ്ങൾ കാണാം, അങ്ങനെ കാൽത്തളകൾ കാണാം. പിന്നെ അങ്ങടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട്. അതിങ്ങനെ പാളത്താറ് പോലെ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുകളിൽ അരമണി കിങ്ങിണിയൊക്കെ, അതിൻ്റെ മുകളിലൊരു ചുവന്ന പട്ട്, അങ്ങനെ ചുവന്ന പട്ടിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകളിൽ എന്താ വെച്ചാൽ കാലിങ്ങനെ പിണച്ച് വെച്ച് നിൽക്കല്ലേ, അങ്ങനെ കൈവളകൾ കൊണ്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് അങ്ങനെ പൊഴിക്കണു, നാദം പൊഴിക്കുന്നു. അതിൻ്റെ അപ്പുറം മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുനെറ്റിയിലൊരു ഗോപീതിലകം, അതേപോലെ ചെവിയുടെ 2 ഭാഗത്തും 2 ഗോപീതിലകങ്ങൾ. പിന്നെ കളഭം കൊണ്ട് നല്ലൊരു പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാലോ, ഇന്ന് വേറെ ഒരാളും കൂടി ഉണ്ട്. ഇന്ന് രാധാദേവിയും കൂടി ഉണ്ട് കൂട്ടത്തിൽ. അപ്പോൾ അതിങ്ങനെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പച്ച പട്ടൊക്കെ ഉടുപ്പിച്ച് രാധാദേവിയെ കാണാൻ എന്ത് രസമാണെന്നറിയോ. എന്താ പറയുക, കവികളൊക്കെ പാടുന്ന പോലെ രാധതൻ പ്രേമത്തോടാണോ കണ്ണാന്ന് ചോദിച്ച മാതിരിയാണ് നിൽക്കുന്നത്. അത്രയ്ക്കും പ്രേമാർദ്ര നയനത്തോട് കൂടിയിട്ട് 2 ആളും കൂടി ഇങ്ങനെ ആ നോട്ടത്തിൽ തൻ്റെ കണ്ണനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ രാധാദേവി. അതേപോലെ തന്നെ കണ്ണനാണെങ്കിലോ നന്നായിട്ട് ആ പാട്ടും ഇങ്ങനെ പാടി കൊടുക്കണമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു രൂപത്തിലാണ്. എന്ത് മനോഹരമായ ദൃശ്യം, വളരെ മനോഹരം, നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ടെന്ന് എന്താ വെച്ചാൽ 2 തിരുമുടിമാല ഉള്ളത്. ആ തിരുമുടിമാല 2ഉം ചുവന്ന പൂവാണ്, തെച്ചിപ്പൂ കൊണ്ടുള്ള 2, അതിങ്ങനെ വേറിട്ട് കാണാനുണ്ട്. അതേപോലെ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് പിന്നെ കുറച്ച് തെച്ചിപ്പൂവ്, അങ്ങനെ വെളുത്ത പൂവ് തെച്ചി വെളുത്ത പൂവ് തെച്ചിയായിട്ട് അങ്ങനെ. പിന്നെ ഒന്നിൽ കുറച്ച് തുളസിയും കൂടി ഉണ്ട്. പിന്നെ മുകളിൽ വിധാനമായിട്ട് 2-3 തുളസി മാലകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നല്ല രസം, നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. രാധാകൃഷ്ണനെയാണ് ഇന്നത്തെ കാഴ്ച. ആ രാധാകൃഷ്ണനെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളും. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് രാധാകൃഷ്ണനെ കണ്ട് തൊഴുക. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. പ്രേമസ്വരൂപനായ ഭഗവാനെ, ആ രാധാകൃഷ്ണ രാധാസമേതനായിട്ടുള്ള കണ്ണനെ കണ്ടോളൂ. കുറച്ച് വലിയ ആളായിട്ട് തന്നെയാണ്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്, ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ അങ്ങനെ തിരിഞ്ഞ് ആലിലക്കണ്ണനെയും അതേപോലെ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കിരീടം വെച്ചിട്ടുണ്ട്, ചന്ദനച്ചാർത്തായിട്ടുണ്ട്, മുഖം കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്.
വെളുത്ത പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ധാരാളം പൂക്കളും ഉണ്ട്, അർച്ചന പൂക്കളും. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ആറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. ആ ഫോട്ടോൻ്റെ ഒന്ന് നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയും ധാരാളം മാലകളുണ്ട് കേട്ടോ. അവിടെ നിന്ന് താമരമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്. അതേപോലെ ബ്രഹ്മാവിന് തുളസിയും തെച്ചിയും കൂടി ഉള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, തെച്ചിയുടെ മാല. നല്ല രസമായിട്ടുള്ള ചാർത്ത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നേരെ നോക്കിയാൽ നമുക്ക് ഉഗ്രരൂപമായ ആ നരസിംഹത്തിനെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം അതൊക്കെ ആദ്യം നമ്മൾ തൊഴുതു. അതിനുശേഷം നമ്മൾ കാണുന്നത് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെയാണ്. അവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വീണ്ടും വരുമ്പോൾ അവിടെ 2 തുളസിമാലകളുണ്ട്, അതും കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കാണുന്നത് മുരുകൻ്റെ അവിടെ ഒരു വെളുത്ത മാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ കുറച്ച് കുങ്കുമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലിഖിതമാല ആരോ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹം, അപ്പോൾ ഉള്ളിലും പുറത്തും രാധാകൃഷ്ണ വിഗ്രഹം കാണാം. അത് കഴിഞ്ഞ് കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണറും നൃത്താറയൊക്കെ കാണാം. അത് കഴിഞ്ഞ് അടുത്ത ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വാതിൽപ്പടിയുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കുറൂരമ്മ, നാരദർ, അതേപോലെ മേൽപ്പത്തൂർ, വസുദേവർ, ഉണ്ണിയെ കൊണ്ടുപോകുന്ന വസുദേവരൊക്കെ അങ്ങനെ കാണാം. അനന്തൻ്റെ ആ ഒരു സംരക്ഷണയിൽ ഇങ്ങനെ ഉണ്ണിയെ കൊണ്ടുപോകുന്ന അതൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നേരെ ചന്ദനവും തീർത്തും കൊടുക്കുന്ന പ്രസാദ കൗണ്ടറിൽ വരാം. അവിടുന്ന് അതൊക്കെ വാങ്ങി എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയെ കാണാൻ വരുമ്പോൾ അവിടെ നല്ല തിരക്കാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുഖത്ത് ഇതാണ് ഗോളക തന്നെയാണ്. അതിങ്ങനെ മുഖവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അരവരയുള്ളതാണ്. പിന്നെ താഴത്ത് നോക്കുമ്പോൾ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പച്ചപ്പട്ട് ഉണ്ട്, അതേപോലെ ചുവന്ന പൂക്കളുണ്ട്. പിന്നെ താമര പൂക്കൾ കൊണ്ടൊക്കെ അർച്ചന ഉണ്ട് ധാരാളം. ശിവേലി വിഗ്രഹത്തിലും അതേമാതിരി ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ആളും കണ്ടോളൂ, എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പം നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ രാധാകൃഷ്ണ രാധാസമേതനായിട്ടുള്ള കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം. ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് കിടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക.
അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുക. അവിടെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം കൊണ്ട് ചാർത്തൽ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ചാർത്തകളാണ്, മുഖത്ത് മൊത്തം ചാർത്തിയിട്ടുണ്ട്. നല്ല വലിയ സ്വർണത്തിൻ്റെ ആ പാലയ്ക്കമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, വലിയ കാശുമാല ചാർത്തിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അയ്യപ്പസ്വാമി പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്ന് അന്നലക്ഷ്മി ഹാളിൻ്റെ അധികേനം ഇങ്ങനെ വന്നാൽ നാരായണാലയത്തിലെത്താം. അവിടെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴുത് വീണ്ടും നമ്മൾ ഭഗവതി നടയിലേക്ക് വരാം. അവിടെയും തൊഴുത് വീണ്ടും ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.